ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഓണച്ചന്തയിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുക്കാതെ നമ്മൾ റെഡിമെയ്ഡായിട്ട് തയ്ച്ചു കൊടുത്തിട്ടുള്ള സ്ക്രഞ്ചീസ് നമുക്ക് ബൾക്കായിട്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം നമ്മളവിടെയൊക്കെ 21, 22, 23 ഈ ഒരു 3 ദിവസങ്ങളിലാണ് ഞങ്ങളുടെ ഭാഗത്ത് ഓണച്ചന്ത നടക്കുന്നത്. പല ഭാഗത്തും എന്തായാലും ഓണം വരുന്നത് 25-ാം തീയതിയാണ് ഓണം വരുന്നത്. അപ്പോൾ അതിൻ്റെ 3 ദിവസം മുന്നേ ആയിട്ട് തന്നെ ആവും പല ഭാഗങ്ങളിലും ഓണച്ചന്ത നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് അത് അവരുടെ കയ്യിലെത്തി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അത് ആദ്യമേ ഓർഡർ എടുക്കുമ്പോൾ അവർ നോക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ഇന്ന് നാളൊക്കെ ഓർഡർ എടുക്കുമ്പോൾ തുണി മേടിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാനുള്ള ടൈമില്ല. അതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള റെഡിമെയ്ഡ് സ്ക്രഞ്ചീസ് നമ്മുടെ കയ്യിൽ ബൾക്കായിട്ട് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓണച്ചന്തയിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരുപാട് സ്ക്രഞ്ചി ബോകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും എടുക്കാം. പിന്നെ മെറ്റീരിയൽസിന് നമ്മുടെ കയ്യിൽ ഓർഡർ തന്നവർ ഇനി അതിനൊരു മാറ്റമില്ലാതെ അത് അതുപോലെ തന്നെ നമ്മൾ അയക്കുള്ളൂ. ഇനി ഓർഡർ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ കാര്യമാണ് ഞാൻ പറയണത്. നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവരെ കാര്യം കൂടെയാണ് നമ്മൾ പറയണത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ആണ് മെസ്സേജ് വിടുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജായിട്ടും കോളായിട്ടൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് വീട്ടിലിരുന്നിട്ട് ചെയ്യുമ്പോൾ താക്ക് ലാഭമുണ്ടോ, നമുക്ക് 10 പൈസ കിട്ടുന്നുണ്ടോ എന്നൊക്കെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ള ആൻസറായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഒരു ടൈലറിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്ക്രഞ്ചി ബോ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോസിൽ പറയാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ വർക്ക് കാര്യങ്ങളും ചെയ്യാം. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അല്ലാണ്ട് നമ്മളതിങ്ങനെ ഒരു കഴിവില്ല, എനിക്കത് കൂട്ടിയാൽ പറ്റില്ല, ഇത് കൂട്ടിയാൽ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഒരു കഴിവുമില്ല, ആ ആളങ്ങനെ ചെയ്യണം, ഈ ആളങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ചെറുതായിട്ട് തുടങ്ങിയിട്ട് അതിനെ പതുക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പക്ഷേ നമ്മൾ ഒരിക്കലും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോവരുത്. നമ്മൾ തുടരെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ദിവസവും ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് നമുക്കതൊരു പുതിയ ബിസിനസ്സിലേക്ക് നമ്മൾ വളർന്നു വരിക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഞാൻ പറയണ 100% ഉറപ്പിൽ ഞാൻ പറയണ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. പക്ഷേ എല്ലാത്തിനും വേണ്ടത് ക്ഷമയാണ്. ഇന്ന് ചെയ്ത് നാളെ തന്നെ നമുക്കൊരു ഓർഡർ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യരുത്. നമ്മൾ എല്ലാ കാര്യങ്ങളും മെല്ലെ ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ മെല്ലെ സക്സസ് ആവുക. അപ്പോൾ ഞാനീ പറയണ പോലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ സക്സസ് ആവും. കാരണം ഞാൻ ഈ ഒരു അതായത് ബീഡ്സ് ഐറ്റംസൊക്കെ നിർത്തിയിട്ട് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ മെറ്റീരിയൽസ് എടുത്ത് ആദ്യമൊന്നും എനിക്കൊരു ഓർഡർ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പതുക്കെ ഓർഡർ കാര്യങ്ങൾ ഒക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, ഓണായിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എടുക്കുക. നമ്മളിപ്പോൾ ഓഫർ ഇട്ടിട്ടുള്ളത് മീറ്റർ 48 രൂപയാണ്. അത് സാറ്റിനായിക്കോട്ടെ, പ്രിൻ്റ് വരുന്നതായിക്കോട്ടെ. ഇനി വരും മെറ്റീരിയൽസ്, അതായത് ഓരോ മോഡൽ പ്രിൻറ്റും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഓണം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ പുതിയ മെറ്റീരിയൽസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ 2-3 കസ്റ്റമർ ഇതേപോലെ 30 മീറ്റർ 20 മീറ്ററൊക്കെ ബൾക്കായിട്ട് തുണികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവരൊക്കെ റേറ്റ് എത്ര മീറ്റർ എടുക്കുന്നതല്ല, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അവർക്കൊക്കെ റേറ്റിൽ മാറ്റം വരുത്തിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെറുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 500 രൂപയാണോ നിങ്ങളുടെ കയ്യിൽ 1 മീറ്റർ തുണി അല്ലെങ്കിൽ 2 മീറ്റർ തുണി മേടിച്ചിട്ട്, കാരണം നമുക്ക് ഇവിടുന്ന് അയക്കുമ്പോൾ ഷിപ്പിംഗ് എന്തായാലും കൊടുക്കണം. അപ്പോൾ മിനിമം ഷിപ്പിംഗ് വരുന്നത് 50 രൂപയാണ്. ആ 50 രൂപ കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങുമ്പോൾ ചുരുങ്ങിയത് ഒരു 5 മീറ്ററെങ്കിലും നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് 1 മീറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ആ 1 മീറ്റർ നിങ്ങൾ 50 രൂപ കൊടുത്ത് മേടിക്കുമ്പോൾ 50 രൂപ കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇവിടുന്ന് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഷിപ്പിങ്ങും നിങ്ങൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു 5 മീറ്റർ മിനിമം വാങ്ങിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നമ്മൾ ഒരു ദിവസം വീഡിയോസ് ഇട്ടിട്ടോ 2 ദിവസം ഇട്ടിട്ടോ കാര്യമില്ല. നമ്മൾ ഡെയിലി ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലാണ് നമുക്കൊരു ദിവസം അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവർക്ക് കുറേ ഓർഡർ ഇട്ടാൾക്ക് കുറേ ഓർഡർ ഉണ്ടല്ലോ, എനിക്ക് ഓർഡർ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ തരണം ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഓർഡറും കാര്യങ്ങളും കിട്ടുന്നത്. കടകളൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് നമുക്ക് 2 കടകൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് അയച്ചു കൊടുത്ത് അവിടുന്ന് പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് തന്നെയാണ് നമ്മളും ഇതുവരെയൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെറുതായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇലാസ്റ്റിക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഓണം വരെയാണ് നമ്മൾ മീറ്റർ 48 രൂപ. അത് പ്രിൻ്റ് ആയിക്കോട്ടെ സാറ്റിൻ ആയിക്കോട്ടെ എല്ലാത്തിനും വരുന്നത്. ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ സാധാ റേറ്റ് തന്നെ ആയിരിക്കും. അതായത് മീറ്ററിന് 60 രൂപ റേറ്റ് ആയിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങുകയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല, നമ്മളത് ചെയ്യണം. അതുപോലെ തന്നെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സക്സസ് ആവും. ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ നിരന്തരം ഫോൺ വിളിക്കണ്ട, നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് കാര്യങ്ങൾ ചോദിച്ചോ. ആർക്കെങ്കിലും മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ തരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പറയും. ഞാൻ ആര് മെസ്സേജ് ഇട്ടാലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വിളിക്കണേക്കാൾ നല്ലത് മെസ്സേജ് വിടുക, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ആരെങ്കിലും പുതുതായിട്ടൊക്കെ വന്നിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.